ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മളെല്ലാവരും മേക്കപ്പ് ചെയ്യുമ്പോൾ ഫേസിൽ എന്തെങ്കിലും മാർക്ക് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പിമ്പിൾസൊക്കെ വന്ന പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എങ്ങനെ ഹൈഡ് ചെയ്യണം, പ്ലസ് പിമ്പിൾസിനെ കുറയ്ക്കാൻ നമുക്ക് സ്പോട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുക. ഒരുപാട് ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിൽ ഒക്കെ നമ്മളൊരു വിഷമിക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ പോലെ ആഗ്നെ എന്നുള്ളൊരു സംഭവം. അതിൻ്റെ പാട് നമ്മൾ പുറത്ത് പോകുമ്പോൾ കാണാതെ മേക്കപ്പ് എങ്ങനെ ചെയ്യണം എന്നുള്ളതും നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിന് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിപ്ലൈ ആണ് എനിക്കിന്ന് ചെയ്യാൻ വേണ്ടി പറ്റുക. കാരണം എപ്പോഴും ഞാൻ യൂസ് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളൂ. അതുപോലെ തന്നെ ഇവിടെയും എനിക്ക് ഒരു ചെറിയൊരു പിമ്പിൾ വന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു പാച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. ഇത് നമ്മളുടെ ആഗ്നെ പാച്ചാണ് ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത് കേട്ടോ. ഇതുപോലെ ഇത് സ്റ്റിക്കർ പോലെ ഉണ്ടാവും നമുക്കിതിനകത്ത്. ബട്ട് ഇത് എന്ന് വെച്ചാൽ 100% നമുക്ക് ഹൈഡ്രോളിക് ആസിഡാണ് വരുന്നത്. സോ ഭയങ്കര പെട്ടെന്ന് ഹീൽ ചെയ്യാനൊക്കെ പറ്റും. ആഗ്നെ പെട്ടെന്ന് ഹീൽ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു പാച്ചും കൂടിയാണ്. സോ അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം, എന്താണ് ഇത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ മുഴുവനും കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് അറിയിക്കുക. കാരണം നമുക്കിതിനകത്തെന്ന് വെച്ചാൽ വളരെ ജെനുവിനായിട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം, അല്ലാതെ പ്രൊഡക്റ്റ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പേടിക്കാതെ മേടിക്കാൻ പറ്റുന്ന രീതിയിലും നിങ്ങൾക്കൊരു ദോഷമില്ലാത്ത രീതിയിലുള്ള സംഭവങ്ങൾ മാത്രമായിരിക്കും ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ ധൈര്യമായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. ഫേസ് ആഗ്നെ നമുക്കറിയാം, മിക്ക ആൾക്കാരിലും കണ്ടുവരുന്നത്. പക്ഷേ അത് കുറയ്ക്കാനായിട്ട് നമ്മൾ പല രീതികളും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടെ എനിക്ക് തോന്നി ഇതൊരു എളുപ്പ വഴിയായിട്ട് തോന്നി. കാരണം എനിക്കൊരു കുഞ്ഞു ഇതുണ്ടായിരുന്നു കേട്ടോ, ഒരു ചെറിയൊരു പിമ്പിൾ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരു 3 days കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്തപ്പോൾ തന്നെ അത് തനിയെ അത് കുഞ്ഞു പിമ്പിൾ മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ അതൊരു എന്താ പറയുക, അതിന് ഞാനൊന്ന് ശരിക്കും പറഞ്ഞാൽ പിമ്പിൾസ് വന്നാൽ പൊട്ടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ബട്ട് എനിക്കത് അത്രയും ചെറുതായതുകൊണ്ട് ഞാനൊന്ന് മാറ്റാൻ വേണ്ടി ട്രൈ ചെയ്തപ്പോൾ എനിക്കിവിടെ കുഞ്ഞൊരു പാട് പോലെ. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ഹീലാവാൻ വേണ്ടി എനിക്ക് പെട്ടെന്നൊരു ടെൻഷനായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ ഞാൻ ഹീൽ ചെയ്ത് എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതുപോലെ ഒരു പിമ്പിൾ പാച്ച് വാങ്ങിച്ചു. അതായത് ആഗ്നെ കുറയ്ക്കാനുള്ള പാച്ച് യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ മേടിച്ചതാണിത്. ഇത് സാൻഫീയുടെ ആണ്. സോ കുഴപ്പമില്ല, ഇത് നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ പാടും മാറി, അതുപോലെ തന്നെ ആ പിമ്പിളും കംപ്ലീറ്റ് ആയിട്ട് പോയി. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിത് ധൈര്യമായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത്. പ്ലസ് നമ്മൾക്കിപ്പോൾ ഒരു മേക്കപ്പ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ഇതുപോലെ പ്രോബ്ലംസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഹൈഡ് ചെയ്തുകൊണ്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളതും വലിയൊരു കാര്യമാണ് കേട്ടോ. കാരണം എനിക്കിപ്പോൾ കഴിഞ്ഞ ദിവസമായിട്ട് എനിക്ക് വിഷുവിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ എനിക്കിങ്ങനൊരു പാടുണ്ടായിരുന്നത് പോലും അറിയാത്ത രീതിയിലാണ് എനിക്കത് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്കും ഷെയർ ചെയ്ത് തരണം തോന്നി. അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നമുക്കിതുപോലെ ഒരു പിമ്പിൾ പാച്ച് വാങ്ങിക്കുക. ആഗ്നെ ഉള്ളവർ, അതുപോലെ പാട് വെച്ച് നമുക്ക് പുറത്ത് പോകാൻ മേക്കപ്പ് ചെയ്യാൻ കോൺഫിഡൻസ് കിട്ടാത്തവർക്ക് ഇതുപോലെ ഒരു പിമ്പിൾ പാച്ച് വാങ്ങിച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇങ്ങനെ ഒട്ടിയിരിക്കും കേട്ടോ, സ്റ്റിക്കർ പോലെ. അപ്പോൾ അതിങ്ങനെ നമ്മൾ പൊളിച്ചെടുക്കുക. ഞാൻ കുറേ യൂസ് ചെയ്തതിൻ്റെയാണ് ഇതൊക്കെ കാണുന്നത് കേട്ടോ. 3-4 ദിവസമായിട്ട് ഞാൻ ശരിക്കും ഇത് 1, 2, 3, 4 രാവിലെയും വെച്ചു, ഞാൻ വൈകിട്ടും വെച്ചു. ആക്ച്വലി ബെഡ് ടൈം കൊടുത്താൽ കുറച്ചും കൂടെ ഹീലാവുന്നുള്ളതാണ്. ഞാൻ ബെഡ് ടൈം വെച്ചു, ഡേ ടൈം വെച്ചു. എനിക്ക് പെട്ടെന്ന് അത് ഹീലാവാൻ വേണ്ടി 2 ടൈമിൽ വെച്ചു. ഇതിനകത്ത് 100% ഹൈഡ്രോളിക് ആസിഡാണ് വരുന്നത്. ഇത് ചുമ്മാ ഒരു സ്റ്റിക്കർ മാത്രം ഹൈഡ് ചെയ്യാൻ വേണ്ടി വെക്കുന്നതല്ല, ഇതൊരു ട്രീറ്റ്മെൻറ്റ് ആയിട്ട് എടുക്കാവുന്നതാണ്. കാരണം ഇത് പലവരും മുമ്പ് പറയുമെങ്കിലും എനിക്കതിനൊരു വിശ്വാസം തോന്നിയില്ല. അതുകൊണ്ട് ഞാനത് ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് പിമ്പിളും ഉണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പിമ്പിൾ വന്നതുകൊണ്ട് ഇത് എനിക്ക് നല്ലപോലെ യൂസ് ചെയ്യാം. പിമ്പിൾ മാത്രമല്ല, അതിൻ്റെ ചുറ്റും ഒരു പാടും കൂടി ഉണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് ചെറുതായിട്ട്, കാരണം ഇത് കുറച്ച് കൂടുതൽ വലിയ പാടായിരുന്നു. ഇപ്പോൾ അത് നല്ലപോലെ മാറ്റം വന്നു. ഇതുപോലെ നമുക്ക് പാടുള്ളവിടെ ആദ്യം ഇങ്ങനെ ഹൈഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു രീതിയിൽ ഇങ്ങനെ പ്രസ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. നല്ലപോലെ ഫേസ് നമ്മൾ ക്ലെൻസറൊക്കെ നമ്മൾ റെഡി ആവാൻ വേണ്ടി ക്ലീൻ ചെയ്യും. അതുപോലെ ഫസ്റ്റ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പാച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, ദെൻ നമ്മളുടെ അടുത്ത് വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളിതിനകത്ത് ഒരു കറുത്ത പാടാണെങ്കിൽ പോലും നമുക്കത് കവർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ലൈറ്റായിട്ടേ കാണത്തുള്ളൂ, ഫുള്ളും കാണില്ല.
അതിനുശേഷം നമുക്ക് ഇതുപോലെ നമ്മളുടെ അടുത്ത് ഒരു കൺസീൽ പാലറ്റ് നിർബന്ധമായിട്ട് വേണം. കൺസീലർ ഒരു ചെറിയ പൈസയ്ക്കൊക്കെ കിട്ടും, 250 റുപ്പീസിനൊക്കെ കുഴപ്പമില്ലാത്ത രീതി നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും കിട്ടും. അപ്പോൾ അത് നോക്കുക, കൺസീൽ പാലറ്റ് വേണം. കൺസീൽ പാലറ്റ് എടുത്തിട്ട് നമുക്കിതിനകത്ത് വേണ്ടത് കുറേ ഷെയ്ഡ് ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ പല മേക്കപ്പിൻ്റെ വേറെ പല പല കാര്യങ്ങൾക്കാണ്. അത് ഞാൻ മേക്കപ്പിൻ്റെ ഒരു സെൽഫ് മേക്കപ്പിൻ്റെ വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മേക്കപ്പിനെ കുറിച്ച് പറഞ്ഞുതരാം. ആ സമയത്ത് ബാക്കിയുള്ള കളേഴ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. ഇതിനകത്ത് ഇതുപോലെ ഒരു ഡീപ്പ് ഷെയ്ഡും കാണും, ഒരു ലൈറ്റർ ഷെയ്ഡും കാണും. ഈ 2 ഷെയ്ഡും നോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് എല്ലാ ഷെയ്ഡിൻ്റെയും ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടാവും. ഇത് കറക്റ്റ്, ഇത് കൺസീലാണ്, ഇത് കറക്റ്ററാണ്. ഇത് കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. കൺസീൽ എന്ന് വെച്ചാൽ എന്തുവാ, ഹൈഡ് ചെയ്യുക എന്നുള്ളത്. അപ്പം നമ്മൾ ഈ ഡീപ്പ് ഷെയ്ഡ് ആദ്യം എടുക്കുക. കാരണം നമ്മളുടെ ഉള്ളിൽ കറക്ഷൻ എന്താ, ഒരു ഡീപ്പായിരുന്നല്ലോ. അപ്പോൾ എനിക്കത് മാറി, എന്നാലും ഞാൻ അത് കാണിച്ചു തരാണ്. ഒരു ഡാർക്ക് ഷെയ്ഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പാച്ചിന് മേളിൽ മാത്രമായിട്ട് ഇതിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു ഏരിയയിൽ മാത്രമേ കൊടുക്കാവൂ കേട്ടോ. അതിൻ്റെ മേളിലൊന്നും, ഞാനിപ്പോൾ വീഡിയോ ജസ്റ്റ് ഇങ്ങനെ നോക്കി ചെയ്യുന്നതുകൊണ്ടാണ്, ഈ ഒരു എവിടെയാണോ നിങ്ങൾക്ക് പാച്ച് ഉള്ളത് അവിടെ മാത്രം കൊടുക്കാവൂ. അതിനുശേഷം നമ്മൾ ഈ ലൈറ്റ് ഷെയ്ഡ്, അതായത് കറക്റ്റർ ഷെയ്ഡ്, ഇപ്പോൾ നമ്മൾ കൺസീൽ ചെയ്തു, ഇനി നമ്മൾ ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്യാം. എൻ്റെ ഉള്ളിൽ ആ കളർ വ്യത്യാസം വന്നത് കൊണ്ട്, കളർ വന്നിട്ടില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അത്രയും ഞാൻ പേടിച്ചിരിക്കുമായിരുന്നു. കാരണം അയ്യോ, എനിക്ക് കുറേ തിരക്കുള്ള സമയത്ത് ഫേസിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു. ബട്ട് എനിക്കിത് ചെയ്തപ്പോൾ, ഇങ്ങനെ ഹൈഡ് ചെയ്യാൻ പറ്റിയപ്പോൾ എനിക്ക് ഒരു വിഷമവുമില്ല. കാരണം എനിക്ക് ഭയങ്കര ക്ലിയറായിട്ട് അത് ഹൈഡ് ചെയ്യാൻ പറ്റി. കറക്റ്റ് ചെയ്യാതെ കൺസീൽ ചെയ്യാൻ പാടില്ല കേട്ടോ. ഇപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു റെഡ് കളർ മാത്രമേ ഉള്ളൂ, അതായത് ആ ഒരു ഡാർക്ക് ഇത് പോയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എനിക്കത് വലിയ എന്താ പറയുക, ആ ഒരു ഇത് അറിയുന്നില്ല. ബട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഡാർക്കായിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിതുപോലെ, പിന്നെ ആദ്യം നമ്മൾ കൺസീൽ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ആ ഒരു ഏരിയയിൽ മാത്രം. ദെൻ അതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ കറക്റ്റർ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കവർ ചെയ്യുന്നത്. എന്നിട്ട് ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കവിടെ അത്ര അറിയത്തേയില്ല അവിടെ എന്തോ പാടുണ്ടെന്നോ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഡാർക്കായിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് അറിയാൻ പറ്റും. എനിക്ക് അത്രയും ഡാർക്ക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഒരു പാച്ച് വാങ്ങിച്ച് നിങ്ങൾക്കത് കവർ ചെയ്ത് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് എത്ര ഉള്ളിൽ എത്ര ഡാർക്കായിട്ടുള്ളൊരു സ്പോട്ടാണെങ്കിൽ ശരി, ഈ പിമ്പിൾ പാച്ച് വെച്ച് കൊടുക്കുക. ദെൻ അതിന് മേലിൽ ഡീപ്പായിട്ടുള്ള കളർ കേട്ടോ, കൺസീൽ ഷെയ്ഡ്, അതായത് ഇതുപോലെ ഡീപ്പ് ഷെയ്ഡ് എടുക്കുക, അതിന് മേളിൽ വെച്ച് കൊടുക്കുക. ദെൻ അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് സെറ്റ് ചെയ്തതിന് ശേഷം, കാരണം അത് മാത്രമല്ല ആ പാച്ച് ഉള്ളവിടെ മാത്രമേ ഹൈഡ് ചെയ്യാവൂ, ഇല്ലാത്തവിടെ ചെയ്യരുത്. എന്നതിന് ശേഷം നമുക്ക് ഈ കറക്റ്റർ ഷെയ്ഡ് അതിൻ്റെ മേളിലൊന്ന് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. സോ നമുക്കത് നല്ല രീതിയിൽ അത് ഹൈഡായിട്ടുണ്ടാവും, നമുക്ക് ടെൻഷനില്ല. പിന്നെ അതിന് മേളിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാം, ഇതും ചെയ്തിട്ട് അതിന് മേളിൽ നിങ്ങൾ ഞാനിപ്പോൾ ഫൗണ്ടേഷനൊന്നും ചെയ്യുന്നില്ല. സോ ഇതിന് മേളിൽ നിങ്ങൾ ഫൗണ്ടേഷനും കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റായിട്ട് നിങ്ങൾക്ക് ആ കറക്ഷനെ കംപ്ലീറ്റായിട്ട് കവർ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. മനസ്സിലായോ? അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ആഗ്നേ പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് നമുക്ക് പെട്ടെന്ന് ഒരു റിലീഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ പാച്ച് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഹൈഡ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതല്ല, ഹൈഡ് ചെയ്യാനാണെന്ന് തെറ്റിദ്ധരിക്കരുത്, അതിനുള്ളതല്ല. നമുക്ക് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പെട്ടെന്ന് തന്നെ ആഗ്നേ ഹീൽ ചെയ്യാനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പിമ്പിൾസൊക്കെ വന്നു, നല്ല ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്, നല്ല എന്ത് ചെയ്യണം, ട്രീറ്റ്മെൻറ്റ് ചെയ്തെടുക്കണം എന്നുള്ളവർക്കൊക്കെ ഇത് നമുക്ക് ഈ പാച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അത് രാത്രി ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ കേട്ടോ. നൈറ്റ് വെച്ച് രാവിലെ ആകുമ്പോൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ അത് മാറ്റം നമുക്ക് കുറഞ്ഞ് വരുന്നതായിട്ട് കാണാം. പറ്റുമെങ്കിൽ ഡേ ടൈമിൽ കൊടുത്തോളൂ, 2 പ്രാവശ്യം കൊടുക്കാം. ഞാൻ സത്യത്തിൽ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. നമുക്കൊക്കെ എന്ന് വെച്ചാൽ സ്കിന്നിൽ ചെറിയൊരു ഇത് വന്നാൽ പോലും പറ്റൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെയും വൈകിട്ടും വെച്ചിട്ടാണ് ഞാൻ ഇതൊന്ന് മാറ്റിയെടുത്ത് കണ്ടു. ഇത്രയും സംഭവം ഞാൻ യൂസ് ചെയ്തു ഈ 3 ദിവസം കൊണ്ട്, 2 to 3 ദിവസമായിട്ടുള്ളൂ. പക്ഷേ ഇത്രയും
രാവിലെയും വൈകിട്ടും വെച്ച് ഈ 3 ദിവസം കൊണ്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ഹീൽ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇത് നമുക്ക് കംപ്ലീറ്റ് ഹീൽ ചെയ്യുകയും ചെയ്യാം, പ്ലസ് ഇതുപോലെ തന്നെ പാച്ച് വെച്ച് കവർ ചെയ്തുകൊണ്ട് നമുക്ക് മേക്കപ്പ് ചെയ്യുകയും ചെയ്യും. ഇപ്പം ഞാൻ ജസ്റ്റ് ആ ഒരു ഏരിയയിൽ മാത്രം ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നല്ല ഡാർക്കാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തിട്ട് നമ്മളുടെ സ്കിൻ ടോൺ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഫൗണ്ടേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും അങ്ങനെ ഒരു സംഭവം ഉള്ളത് പോലും അറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ? കാരണം നമ്മൾ പറഞ്ഞു തരുമ്പോൾ എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കണം, നിങ്ങൾക്ക് അതുകൊണ്ടൊരു ഗുണം ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും പറയുമ്പോഴും. പിന്നെ എപ്പോഴും എനിക്കൊരു കൺസേൺ ആണ്, അറിയാത്ത കാര്യത്തിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാത്ത പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടോ ഞാൻ അത്രയും പറയാൻ ഓക്കെ അല്ല. ഞാൻ മാക്സിമം യൂസ് ചെയ്ത് നോക്കിയിട്ടേ ഞാൻ പറയാറുള്ളൂ, ഓക്കെ ആണെങ്കിൽ മാത്രം. കാരണം എനിക്കിത് ഭയങ്കര സന്തോഷമായിരുന്നു. ഇത് ഞാൻ എങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു കുഞ്ഞൊരു പിമ്പിളും അതിൻ്റെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യാൻ പാടില്ല, പ്രസ് ചെയ്തു, ഒരു കുഞ്ഞു സംഭവമാണ്, പ്രസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഈ റൗണ്ടിൽ ഭയങ്കരമായിട്ട് ഇതായിപ്പോയി. ഭയങ്കര എന്താ പറയുക, നമുക്ക് പൊള്ളിയാലൊക്കെ എങ്ങനെ ഉണ്ടാവും അതുപോലെ ഇരുന്ന്. അപ്പോൾ ഈ ഭയങ്കര വിഷമമായിരുന്നു ഞാൻ എങ്ങനെ ഇത് പെട്ടെന്ന് ഹീൽ ചെയ്തെടുക്കുന്നുള്ളത്. പക്ഷേ എനിക്ക് ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്തപ്പോൾ എൻ്റെ പിമ്പിളും പോയി, പ്ലസ് എനിക്കത് ഹൈഡ് ചെയ്തുകൊണ്ട് എനിക്ക് മേക്കപ്പ് ചെയ്യാനും പറ്റിയെന്നുള്ളത് ഭയങ്കര ഒരു, ഞാനിത് കംപ്ലീറ്റ് പോയിട്ടല്ലേ എനിക്ക് നിങ്ങളോട് പറയാവൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് പറയുന്നത് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടൈമിൽ തന്നെ ഒരു വീഡിയോ ചെയ്യാമായിരുന്നു, സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പാച്ച് യൂസ് ചെയ്ത് പിമ്പിൾസിനെ കുറയ്ക്കാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മേക്കപ്പ് നമുക്ക് ഹൈഡ് ചെയ്ത് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് ഏതാണ് പ്രൊഡക്റ്റ് എന്നൊന്നും ചോദിച്ച്, കാരണം ഞാൻ ഒരു പ്രൊഡക്റ്റിനെയും പ്രൊമോഷൻ കൊടുക്കുന്നില്ല. ബട്ട് ഇതുപോലെ നിങ്ങൾക്ക് പാച്ച് ഒരുപാട് നമ്മൾ കാണുമല്ലോ, അതിൽ നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ മേടിക്കാവുന്നതാണ്. ഇത് സാൻഫി എന്നുള്ളതാണ് കേട്ടോ, സാൻഫിയുടെ SANFE സാൻഫിയുടെ ആണ്. സോ ഇത് വേണമെന്നുള്ളവർ പറയുക, ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് ചെക്കൗട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ലിങ്ക് അയച്ചു തരാം കേട്ടോ, ആവശ്യമുള്ളവർ. ഓക്കെ, എനിക്കത് നിർബന്ധമേ ഇല്ല, നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് നിങ്ങൾ നോക്കി ചെയ്യും എപ്പോഴും. കാരണം പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് അത്രയും ഒരു കൺസേൺ ആണ്. നമ്മളൊരു സംഭവം പറയുമ്പോൾ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്ത് എനിക്കൊരു കുഴപ്പം തോന്നിയില്ല, നല്ല റിസൾട്ടും കിട്ടി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, അതല്ലാതെ പ്രൊമോഷൻ വീഡിയോ അല്ല. അപ്പോൾ എനിവേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ, ഓക്കെ ആണോ, നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ട് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വേണമെങ്കിൽ ഇത് എടുത്ത് കാണിച്ചു തരണോ, ഇതിൻ്റെ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം അല്ലേ. കണ്ടോ, എൻ്റെ ആ പാടവിടെ കിടക്കുക. അപ്പോൾ ഇതിങ്ങനെ ഹൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ കാണിച്ചു തന്നു. ഇപ്പോൾ എനിക്ക് അത് ഹീലായതുകൊണ്ട് എനിക്കതിൻ്റെ അത്രയും ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇത് ശരിക്കും ഒരു കുഴി പോലെയായിരുന്നു, അത് റെഡിയാക്കി എടുത്തതാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ, ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത്.